കേരളമൊട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും. വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം. ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ. കിലോ ബസാർ വടക്കാഞ്ചേരി, നിയർ ബ്ലോക്ക് ഓഫീസ് അകമല. കോൺടാക്ട് 9037921329. അമൃത് ഭാരത് പദ്ധതിയിൽ കോടികൾ ചെലവിട്ട് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ വികസിക്കുമ്പോഴും ട്രെയിനുകൾക്ക് സ്റ്റോപ്പില്ലാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. കോവിഡ് കാലത്തിന് മുമ്പ് സ്റ്റോപ്പ് ഉണ്ടായിരുന്ന പല പ്രധാന എക്സ്പ്രസ് ട്രെയിനുകളും ഇപ്പോൾ വടക്കാഞ്ചേരിയെ അവഗണിച്ച് പാഞ്ഞു പോവുകയാണ്. ഇതോടെ തൃശ്ശൂരിനെയോ ഷൊർണൂരിനെയോ ഒറ്റപ്പാലത്തെയോ ആശ്രയിക്കേണ്ടി വരുന്ന യാത്രക്കാർക്ക് സമയനഷ്ടവും വലിയ സാമ്പത്തിക ബാധ്യതയും ഏറുന്നു. കുന്നംകുളം, ചേലക്കര, വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ യാത്രക്കാർ പ്രധാനമായും ആശ്രയിക്കുന്ന വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. കേന്ദ്ര സർക്കാർ ആദർശ് റെയിൽവേ സ്റ്റേഷനാക്കി ഉയർത്തി അമൃത് ഭാരത് പദ്ധതിയിൽ കോടികൾ ചെലവഴിച്ചുകൊണ്ട് നവീകരണം പൂർത്തീകരിച്ച ഈ റെയിൽവേ സ്റ്റേഷനിൽ പല ട്രെയിനുകൾക്കും ഇപ്പോൾ സ്റ്റോപ്പില്ല എന്നൊരു ബുദ്ധിമുട്ടാണ് പ്രധാനമായും യാത്രക്കാർക്ക് പറയാനുള്ളത്. നമുക്ക് പരിസരവാസികളോടും യാത്രക്കാരോടും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരണങ്ങൾ അറിയേണ്ടതുണ്ട്. നമ്മുടെ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ കുറച്ചും കൂടിയൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചും കൂടിയൊക്കെ ട്രെയിനുകൾ ഇവിടെ നിർത്തുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരമാണ്. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഷൊർണൂർ വേണം, അല്ലെങ്കിൽ തൃശ്ശൂർ പോകണം. അപ്പോൾ എന്ന് വെച്ചെങ്കിൽ റോഡിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എത്താനായിട്ട് ഭയങ്കര പ്രയാസമാണ്. ഈ വണ്ടി ഇരിക്കുന്നത് കണ്ടറിയാം ഇവിടെ നിന്നുള്ള യാത്രക്കാരുടെ ബാഹുല്യം, എണ്ണം. അപ്പോൾ ഇവിടെ ഈ വരുന്ന വണ്ടികളൊക്കെ ഇവിടെ നിർത്തണം, പോകുമ്പോൾ എടുക്കണം, ആളെടുത്ത് പോകണം, എന്നാലും അത് ഒന്നുകൂടി ഡെവലപ്പ് ആവുള്ളൂ. ഇപ്പോൾ ഒരു 5 കോടിയോ 5.5 കോടിയോ വെച്ചിട്ടുണ്ട് ഇതൊന്നും വികസിപ്പിക്കാൻ. വികസനം മാത്രം പോരല്ലോ, ആൾക്കാർ നിർത്തി കയറാനൊരു സൗകര്യം വേണ്ട, അപ്പോഴാണ് കൂടുതൽ ആൾക്കാരുണ്ടാവുക. കേന്ദ്ര സർക്കാർ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനെ വളരെ നല്ല രീതിയിൽ നവീകരിച്ചിരിക്കുകയാണ്. എങ്കിലും ചില ട്രെയിനുകൾ ഇപ്പോൾ നിർത്താത്തൊരു പ്രയാസമുണ്ട്. അത് ഏതൊക്കെ ട്രെയിനുകളാണ് ഇവിടെ നിർത്താത്തത്? ഇവിടെ ഇപ്പോൾ നിർത്തിക്കൊണ്ടിരുന്ന വണ്ടികൾ തന്നെ ഇതിന് മുന്നേ കുറേ വണ്ടികൾ നിർത്തിയിരുന്നു, അതന്നെ ഇവിടെ നിർത്തണില്ല. പിന്നെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ കോടികൾ ചിലവാക്കി പുതുക്കി പണിതിട്ട് ഇവിടെ ട്രെയിനുകൾ നിൽക്കാണ്ട് എന്താ കാര്യം? ഏതൊക്കെ ട്രെയിനാണ് നിർത്താത്തത് എന്ന് അറിയൂ? ഇവിടുന്ന് പൂനെക്ക് പോണ വണ്ടി ഇങ്ങോട്ട് പോകുമ്പോൾ നിർത്തുന്നുണ്ട്, അങ്ങോട്ട് പോകുമ്പോൾ നിർത്തുന്നില്ല. പിന്നെ ടീക്കാട് ഇതേപോലെ അങ്ങോട്ട് പോകുമ്പോൾ നിർത്തുന്നില്ല. അങ്ങനെ ഒരുപാട് വണ്ടികൾ നിർത്താത്ത വണ്ടികളുണ്ട്. ഇതിലിപ്പോൾ ഇൻ്റർസിറ്റി അതുപോലെ അമൃത എക്സ്പ്രസ് ഒക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് യാത്രക്കാരുണ്ടാവും എന്ന് പറയുന്നു. അത് സത്യമാണോ? നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഗുണം റെയിൽവേക്ക് ഉണ്ടാകുമോ? അപ്പോൾ നിർത്തി വയ്ക്കാലല്ലേ ആൾക്കാർ വരണ്ടോന്ന് അറിയുള്ളൂ. നിർത്തിയതിന് ശേഷമല്ലേ ജനങ്ങൾ വന്നാലല്ലേ അറിയുള്ളൂ. നിർത്തിയാലല്ലേ കാര്യം നടക്കുള്ളൂ. റെയിൽവേ പറയുന്ന കാരണം യാത്രക്കാരില്ല എന്നുള്ളൊരു കാരണമാണ്. അപ്പോൾ ഈ അമൃത എക്സ്പ്രസ് ഒക്കെ ഇവിടെ നിർത്തുകയാണെങ്കിൽ ഏർവാടി അതുപോലെ തന്നെ രാമേശ്വരം പോലെയുള്ള തീർത്ഥാടകർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ട്രെയിനാണത്, യാത്ര ചെയ്യാൻ പറ്റുന്നത്. അത് തീർച്ചയായിട്ടും വണ്ടിയിൽ നിർത്തുകയാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, യാത്ര ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ ആൾക്കാർ തൃശ്ശൂരൊക്കെ പോയിട്ടൊക്കെ കയറുന്നത്. ഇപ്പോൾ ഏർവാടി അതുപോലെ രാമേശ്വരം തീർത്ഥാടനങ്ങൾ ഒരുപാട് ഇപ്പോൾ ട്രെയിൻ ഇപ്പോൾ നേരെ നീട്ടിയുള്ള ട്രെയിനാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് യാത്രക്കാരുണ്ടാവും. ഇപ്പോൾ ഇവിടെ പിന്നെ തൃശ്ശൂർ വിട്ടാൽ പിന്നെ ഒറ്റപ്പാലത്തെ സ്റ്റോപ്പുള്ളൂ. പിന്നെ വൈകുന്നേരം ഇപ്പോൾ രാത്രിയിൽ പറഞ്ഞാൽ 8 മണിക്ക് മെമ്മ് പോയി കഴിഞ്ഞാൽ പിന്നെ പുലർച്ചെ കാലത്ത് 7 മണിക്കാണ് പിന്നെ ഈ പിന്നെ ഒറ്റപ്പാലം അല്ല ഷൊർണൂർ ഭാഗത്തേക്ക് ഇവിടെ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുള്ളൂ. മുൻകാലങ്ങളിൽ രാത്രി 11:45 കാർഗിൽ ട്രെയിൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞാൽ 48 ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ 2 ട്രെയിനും കൊറോണ സമയം നിർത്തിയിട്ട് ഇപ്പോൾ രണ്ടാമത് തുടങ്ങിയിട്ടില്ല. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി സ്റ്റേഷൻ വലിയ രീതിയിലുള്ള വികസന പാതയിലാണെങ്കിലും ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കാത്തതിൽ യാത്രക്കാർ പ്രതിഷേധത്തിലാണ്. സ്റ്റേഷൻ വികസിപ്പിച്ചിട്ട് മാത്രം കാര്യമില്ലെന്നും ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചാലേ സാധാരണക്കാരായ യാത്രക്കാർക്ക് ഉപകാരപ്പെടൂ എന്നുമാണ് നാട്ടുകാരുടെ പക്ഷം. പക്ഷേ ഇവിടെ ട്രെയിനുകൾക്ക് സ്റ്റോപ്പില്ല. 2 ട്രെയിനുകൾ ഇവിടെ നിർത്തിയിരുന്ന വണ്ടിയുടെ സ്റ്റോപ്പ് എടുത്തു കളയാനുണ്ടായത്. പുതിയതായിട്ട് 2 വണ്ടിക്കും കൂടി സ്റ്റോപ്പ് അനുവദിക്കുകയാണെങ്കിലാണ് ഇവിടെ ഈ പണി ചെയ്താനൊക്കെ ഒരു കാര്യം ഉണ്ടാവുള്ളൂ. അമൃതയ്ക്കും കാരക്കൽ എക്സ്പ്രസ്, ബോംബെ ജയന്തി, ഇങ്ങനെ 3-4 വണ്ടികൾ ഇവിടെ നിർത്തേണ്ടതുണ്ട്, ഇൻ്റർസിറ്റി. പക്ഷേ ഈ വണ്ടികളൊന്നും ഇവിടെ സ്റ്റോപ്പില്ലാത്തതാണ്. 2 വണ്ടി ഇവിടെ നിർത്തിയായിരുന്നതാണ്, ബോംബെ ജയന്തി, കാരക്കൽ എക്സ്പ്രസ് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നതാണ്. ആ 2 വണ്ടിയുടെ സ്റ്റോപ്പ് ഇവിടെ നിന്ന് എടുത്തു കളയാനുണ്ടായിട്ടുള്ളത്. ആ വണ്ടിയുടെ സ്റ്റോപ്പ് ഇവിടെ പുനർനിർമ്മിക്കുകയാണെങ്കിൽ ഇവിടെ കുറേ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടായിരിക്കും. വിദ്യാലയങ്ങൾ, സർക്കാർ ഓഫീസുകൾ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്ന വടക്കാഞ്ചേരിയിലേക്ക് ദൂര സ്ഥലങ്ങളിൽ നിന്നും ജോലി ആവശ്യങ്ങൾക്കായി എത്തുന്നവർ
ഇപ്പോൾ കിലോമീറ്ററോളം അകലെയുള്ള തൃശൂരിലോ ഷൊർണൂരിലോ ഒറ്റപ്പാലത്തോ ഇറങ്ങേണ്ട അവസ്ഥയിലാണ്. വടക്കാഞ്ചേരിയിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്ന പല ട്രെയിനുകളും കോവിഡ് കാലത്തിന് ശേഷമാണ് നിർത്തലാക്കിയത്. അമൃത എക്സ്പ്രസ്, എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി, പാലരുവി എക്സ്പ്രസ്, ഏറനാട് എക്സ്പ്രസ്, ബാംഗ്ലൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് എന്നിവയ്ക്കൊന്നും നിലവിൽ വടക്കാഞ്ചേരിയിൽ സ്റ്റോപ്പില്ല. കൂടാതെ കാരയ്ക്കൽ, മംഗലാപുരം, പൂനെ എക്സ്പ്രസ് ട്രെയിനുകളും വടക്കാഞ്ചേരിയെ അവഗണിച്ച് കടന്നുപോകുന്നു. രാത്രികാലങ്ങളിൽ സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാർക്ക് മറ്റു വാഹനങ്ങൾ ലഭിക്കാതെ കുടുങ്ങുന്ന അവസ്ഥയുമുണ്ട്. പലതവണ പരാതികൾ നൽകിയിട്ടും റെയിൽവേ അധികൃതർ മൗനം തുടരുകയാണ്. വടക്കാഞ്ചേരിയോടുള്ള ഈ അവഗണന അവസാനിപ്പിക്കാൻ ജനപ്രതിനിധികൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇവർ പറയുന്നത് പോലെ കോടികൾ ചെലവഴിച്ചുകൊണ്ട് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഇത്തരത്തിലുള്ള ട്രെയിനുകൾ നിർത്തിയാൽ മാത്രമേ അത് ഈ വടക്കാഞ്ചേരി പ്രദേശത്തുള്ള റെയിൽവേയെ ആശ്രയിക്കുന്ന യാത്രക്കാർക്ക് അത് പൂർണ്ണമായി ഉപകാരപ്പെടുകയുള്ളൂ. ചില സമ്മാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.